ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷ അസ്ഥാനത്താകരുത്. ഓരോ ദിവസവും ദൈവത്തിന് നന്ദി പറഞ്ഞ്, ദൈവത്തിന് സ്തോത്രം പറഞ്ഞ്, പ്രാർത്ഥനയോടെ ദൈവദിന പഠനത്തിൽ ഏർപ്പെട്ട് മുൻപോട്ട് പോകാൻ സാധിക്കണം. 40-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. അത് ദാവീദ് രാജാവിൻ്റെ ആ വലിയ കോൺഫിഡൻസാണ്. കാത്തിരിക്കാനായിട്ട് സാധിക്കും, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാൻ സാധിക്കും. അതുകൊണ്ട് 27-ാം സങ്കീർത്തനത്തിൽ 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവൻ്റെ ജീവൻ്റെ വെളിച്ചം, ഞാൻ ആരെ പേടിക്കും, ഞാൻ ആരെ ഭയപ്പെടും, അവൻ്റെ വഴി, അവനാണ് എൻ്റെ എല്ലാം എന്നുള്ള ധൈര്യവും ബലവും ദാവീദ് രാജാവിന് ലഭിച്ച ആ വലിയ ശക്തിയുണ്ടല്ലോ. ആ ശക്തി ഇന്നത്തെ ദിവസം നീ പ്രാപിച്ചെടുക്കണം, ഇന്നത്തെ നൂറ്റാണ്ടിൽ നീ പ്രാപിച്ചെടുക്കണം, ഈ മാസം നീ പ്രാപിച്ചെടുക്കണം. ആ ശക്തിയിൽ വേണം നീ നീക്കാൻ. നിന്നെ ഒന്നും ആർക്കും ചെയ്യാനൊക്കെയില്ല. ആ ശക്തി ദൈവത്തിൽ നിന്നുള്ള ശക്തിയും കൊണ്ട് വേണം നീ നടക്കാൻ. ആ ലോകത്തിനുള്ള ശക്തിയല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നീ നടക്കണം, കാത്തിരിക്കണം. അതിന് കാത്തിരുന്ന ദൈവസന്നിധിയിൽ കാത്തിരുന്ന മുട്ടിന്മേലിരുന്ന് ദൈവകൃപയോടെ കാത്തിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നിന്നിലേക്ക് ഇറങ്ങി വരും. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടു ഈ ശക്തി ഇറങ്ങിച്ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ നിൽക്കുവാനുള്ള പരിശുദ്ധാത്മ ശക്തി ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ലഭിക്കണം. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, ലോകമെമ്പാട് സുവിശേഷം അറിയിക്കുന്നവർ, ചാനൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് സർവീസ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകളും കോളേജുകളും ഓർഫനേജുകളിലും ജയിലുകളിലും മറ്റും കഴിയുന്നവർ, ബെഡിഡനായിട്ടുള്ളവർ, വിശ്രമ ജീവിതം നയിക്കുന്നവർ, ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾ, അവരുടെ പഠിപ്പിക്കുന്ന അധ്യാപകർ, അനധ്യാപകർ, പ്രഥമാധ്യാപകർ, അവർ താമസിക്കുന്ന ഇടങ്ങളിൽ പരിശുദ്ധാത്മാവിൽ, കർത്താവിൽ എല്ലാവരും പ്രാർത്ഥനയുള്ളവരായി, ദൈവമുള്ളവരായി, ദൈവത്തോടുള്ള ബന്ധമുള്ളവരായി, നിരീശ്വരവാദത്തിൻ്റെ അന്ധകാരക്കെട്ടുകൾ മാറട്ടെ, സാത്താൻ സേവയുടെ അന്ധകാരക്കെട്ടുകൾ മാറട്ടെ. പരിശുദ്ധാത്മ ശക്തിയിൽ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരവരുടെ ഭവനങ്ങളുമായി തീരട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശു മൂലം തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. തീരാത്ത കനിവിന്റെ കനലാണു തീക്കനൽ, അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ.